നമസ്കാരം. സംസ്ഥാനത്തെ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാർക്കും ക്രിമിനലുകൾക്കും വഴിവിട്ട് പരോളും ആനുകൂല്യങ്ങളും നൽകുന്ന സുഖവാസം ഇനി അവസാനിക്കുന്നു. ജയിൽ ചട്ടങ്ങൾ അട്ടിമറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവേചന അധികാരം ഉപയോഗിച്ച് തടവുകാരെ വാരിക്കോരി പുറത്തുവിടുന്ന രീതി പൂർണ്ണമായും നിർത്തലാക്കാൻ ആഭ്യന്തര വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ക്രമസമാധാന പാലനത്തിനായി സംസ്ഥാനത്ത് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമായതിന് പിന്നാലെ ജയിലുകളിലെ ക്രിമിനലുകളെ ലക്ഷ്യമിട്ട് അതിവേഗ നീക്കങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പോലീസ് റിപ്പോർട്ട് എതിരാണെങ്കിൽ ഒരു കാരണവശാലും തടവുകാർക്ക് പരോൾ അനുവദിക്കില്ല എന്നതാണ് പുതിയ തീരുമാനം. അതിശക്തമായ പുതിയ ആഭ്യന്തര നയത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ നിയമ ലക്ഷ്യമുണ്ട്. പുറത്തുള്ള ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും അടിച്ചമർത്താനാണ് ഓപ്പറേഷൻ തൂഫാൻ എങ്കിൽ അകത്തുള്ള കൊടും ക്രിമിനലുകൾ പരോളിന്റെ മറവിൽ പുറത്തിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആവിഷ്കരിച്ചതാണ് പുതിയ ഓപ്പറേഷൻ കൊടിസുനി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളും പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ക്രിമിനലുകൾ ഇനിയും ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരുമെന്നാണ് ഈ അതിവേഗ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം മുൻ സർക്കാരിന്റെ കാലത്തെ വലിയ വിവാദങ്ങളായ ദുരന്ത രക്ഷാപ്രവർത്തന വീഴ്ചകളിലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും പുനരന്വേഷണം പ്രഖ്യാപിച്ച ചെന്നിത്തല പുറത്തുള്ള ക്രിമിനലുകളെ അകത്താക്കാനും ജയിലിനകത്തുള്ളവരെ പുറത്തുവിടാതിരിക്കാനുമുള്ള ഇരട്ടപ്പൂട്ടാണ് ഒരേ സമയം തിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിലെ പുനരന്വേഷണം പിണറായിയുടെ മുൻ ഗൺമാന്മാരെ അടക്കം വെട്ടിലാക്കി. ഇതിനൊപ്പം കാഫിർ സ്ക്രീൻഷോട്ടിലും പുനരന്വേഷണം വരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണത്തിനും ആഭ്യന്തര വകുപ്പ് എതിര് നിന്നില്ല. ഇങ്ങനെ പല നിർണായക തീരുമാനങ്ങൾക്ക് ശേഷമാണ് പരോൾ പൂട്ട് വരുന്നത്. കൊടിസുനിയെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ഇനി പരോൾ കിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം പരമാവധി ദുരുപയോഗം ചെയ്താണ് പല പ്രമാദമായ കേസുകളിലെയും പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നത്. തടവുകാരനെ പുറത്തുവിട്ടാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടുകൾ പോലും അവഗണിച്ചായിരുന്നു ഈ വിട്ടയക്കൽ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ ഇത്തരത്തിൽ വഴിവിട്ട് പരോൾ ആസ്വദിച്ചത് വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായിരുന്നു. പുതിയ നിർദ്ദേശപ്രകാരം ഈ വിവേചനാധികാരം റദ്ദാക്കപ്പെടുന്നതോടെ പോലീസ് റിപ്പോർട്ട് നെഗറ്റീവായ ഒരു പ്രതിക്കും ഇനി ജയിലിന് പുറത്തിറങ്ങാനാകില്ല. ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ച് അർഹതപ്പെട്ടവർക്ക് മാത്രമേ സാധാരണ അവധിക്ക് അർഹതയുണ്ടാകൂ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിനകത്തിരുന്നും പുറത്തിറങ്ങിയും സമാന്തര സാമ്രാജ്യം ഭരിക്കുന്നു എന്ന ആക്ഷേപം കാലങ്ങളായുള്ളതാണ്. ഇതിനു പുറമെ വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രം തടവ് പൂർത്തിയാക്കിയ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിൽ ചട്ടങ്ങൾ മറികടന്ന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ച മന്ത്രിസഭാ തീരുമാനം മുൻ സർക്കാരിനെ വൻ പ്രതിരോധത്തിലുമാക്കിയിരുന്നു. സംസ്ഥാനത്തെ 250ഓളം വരുന്ന വനിതാ തടവുകാരുടെ വിടുതൽ അപേക്ഷകൾ വർഷങ്ങളായി കെട്ടിക്കിടക്കുമ്പോഴായിരുന്നു ഷെറിന് വേണ്ടി മാത്രം പ്രത്യേക താൽപര്യമെടുത്ത് ഫയലുകൾ നീങ്ങിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ മോചന പട്ടികയിൽ ടി.പി. കേസ് പ്രതികളെ വരെ ഉൾപ്പെടുത്താൻ നീക്കം നടന്നത് ഈ ഘട്ടത്തിലാണ്. ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും ജയിൽ ചട്ടപ്രകാരം ഒരു തടവുകാരന് വർഷത്തിൽ 60 ദിവസമാണ് പരോൾ. ഇത് 2 തവണയായോ 4 തവണയായോ ഉപയോഗിക്കാം. ഇതിനായി പോലീസിന്റെയും പ്രൊബേഷൻ ഓഫീസറുടെയും അനുകൂല റിപ്പോർട്ടുകൾ ജയിൽ മേധാവിക്ക് ലഭിക്കണം. എന്നാൽ മുൻപ് പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായാലും DGPയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പരോൾ ഒപ്പിട്ട് നൽകുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കൽ പരോൾ ഒപ്പിച്ച് വാങ്ങിയാൽ കൃത്യമായ ഇടവേളകളിൽ അത് പുതുക്കി കിട്ടാനും പ്രതികൾക്ക് എളുപ്പമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി വാങ്ങിയിരുന്ന ഈ പ്രത്യേക ആനുകൂല്യത്തിനാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ കത്തിരിക വെച്ചിരിക്കുന്നത്. തടവുകാരുടെ ശിക്ഷാ കാലാവധി അവലോകനം ചെയ്യാനും നല്ല നടപ്പുകാരായ തടവുകാരെ വിട്ടയക്കാനും സർക്കാരിന് ശുപാർശ നൽകേണ്ട ജയിൽ ഉപദേശക സമിതികൾ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അടിമുടി മാറ്റത്തിനാണ് രമേശ് ചെന്നിത്തല മുന്നിൽ നിന്ന് നയിക്കുന്നത്.